മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖയാണെങ്കിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കണ്ണനോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ അങ്ങോട്ട് വിടാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. തങ്കക്കുടം പോലെയുള്ള മുത്തിനെ അവരെന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കുഞ്ഞു വന്നതിന് ശേഷമാണ് ഒരർത്ഥമൊക്കെ ഉണ്ടായത്. ജീവിച്ചിരിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് ഈ കുഞ്ഞാണെന്നൊക്കെ പറയുമ്പോൾ എന്റെ കുഞ്ഞുണ്ടായില്ലെങ്കിൽ നീ ജീവിക്കില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല. ഇപ്പൊ മനസ്സിൽ ഒരു സന്തോഷമുണ്ട് കണ്ണേട്ടാ എന്നിങ്ങനെ ലേഖ പറയുന്നു. സാരല്ല, നീ വിഷമിക്കണ്ട. എന്തായാലും കുഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെയും ഉദ്ദേശിക്കുന്ന പോലെയും ഒരു കോമ്പൗണ്ടിലെ 2 വീടുകൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് പണി തുടങ്ങാം. എങ്കിൽ പിന്നെ അതിന്റെ ചെലവുകളെല്ലാം ഞാൻ വഹിച്ചോളാം എന്നിങ്ങനെ അനന്ത് പറയുമ്പോൾ അത് വേണ്ട, ഞാനും കൂടെ ചേർന്നിട്ട് മതിയെല്ലാം. എടാ കൺസ്ട്രക്ഷൻ നീയല്ലേ, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ അനന്ത് പറയുന്നു. ആ ശരി ശരി, എന്തായാലും ഞാൻ മഹിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം സാഗർ ആണെങ്കിൽ ലേഖയോടും അനന്തുവിനോടും പറയുന്നുണ്ട്, കുഞ്ഞിനെ ആ തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പില്ലെന്നും. ലേഖ പറയുകയാണ്, ഈ ഒരു കാര്യം തറപ്പിച്ച് കണ്ണേട്ടനോടും മഹിയോടും പറയണേ, എനിക്ക് ഈ തങ്കക്കുടത്തിനെ വിട്ടുകൊടുക്കാൻ യാതൊരു മനസ്സില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വളരെ വിഷമത്തോട് കൂടിയിട്ട് പോകുന്നു. ശേഷം മഹിയുടെ അടുത്തേക്ക് കടഞ്ഞെത്തുന്നുണ്ട്. ഈ സമയം മഹിയെ മഞ്ജു ആണെങ്കിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടി മതി, ഇത് കല്യാണം എന്നല്ലല്ലോ. അങ്ങനെയല്ല കണ്ണേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ഏടത്തിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടല്ലേ, അപ്പൊ പിന്നെ ഏടത്തി ഒരുങ്ങണ്ടേ? ആ അതൊക്കെ ശരി. പിന്നെ നിന്റെ അമ്മ കുറച്ച് സ്വർണ്ണങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്. അമ്മ തന്ന സ്വർണ്ണാണെങ്കിലേ അത് കുഞ്ഞിന് ഇട്ട് കൊടുക്കണ്ട. സത്യം പറഞ്ഞാ ആ സ്വർണത്തെ പോലും സംശയിക്കേണ്ടതുണ്ട്. എടി അങ്ങനെ പറയല്ലേ, അച്ഛന്റെ മരണശേഷം അത് കൊലപാതകമാണെന്ന് അറിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ വിശ്വസിപ്പിക്കാനുള്ള ഓരോ അടവുകളാ. പിന്നെ എന്റെ അമ്മയെ എനിക്കറിയാം. എനിക്കറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. അവരെ ഏതറ്റം വരെ പോകുമെന്നും എങ്ങനെ നാടകം കളിക്കുമെന്നൊക്കെ എനിക്കറിയാൻ കണ്ണേട്ടാ. അതുകൊണ്ട് പറയാ, നിങ്ങൾ രണ്ടുപേരും പാവങ്ങളായതുകൊണ്ടാ അവരെ പെട്ടെന്ന് വിശ്വസിക്കുന്നത്. ആ കരുണയും അമ്മയും എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ഉണ്ണിയും എല്ലാവരും ചേർന്നുള്ള ഒത്തുകളിയായിരിക്കും ഇതെന്നൊക്കെ പറയുമ്പോൾ, അല്ലടി, കരുണ കുടുംബത്തിലേക്ക് വന്നത് അമ്മയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പോഴും മുഖം വെക്കിക്കൊണ്ട് നടക്കുന്നത്. എന്നാലും വിശ്വസിക്കേണ്ട കണ്ണേട്ടാ, കുഞ്ഞിന് തന്ന സ്വർണം ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കതിനോട് യോജിപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ മഹിയാണെങ്കിൽ അമ്മ മാറിയെന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മോഹിനി എത്തുന്നത്. ദേ അമ്മ വന്നല്ലോ, കയ്യിലൊരു സഞ്ചിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്താ അമ്മ ഇതെന്ന് പറഞ്ഞുകൊണ്ട് മഹി വേഗം തന്നെ അത് വാങ്ങുകയാണ്. കുഞ്ഞിനുള്ള സ്വർണ്ണങ്ങളാ. അമ്മ എന്തിനാ ഇതൊക്കെ വാങ്ങാൻ പോയത്? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അവിടെ നിന്നും അമ്മയും സ്വർണ്ണം തന്നിട്ടുണ്ട്. എന്നാലും എന്റെ ആദ്യത്തെ പേരക്കുഞ്ഞിന്റെ നൂലുകെട്ടല്ലേ ഇന്ന്. നിങ്ങൾ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് തരാറുണ്ട്. സ്വർണ്ണത്തിനോട് എന്റെ മോളെ പോലെ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. അത് അറിഞ്ഞു വെച്ചിട്ടും എത്ര പുടവകളും സ്വർണ്ണങ്ങളും അതുങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്. അതുകൊണ്ടേ എന്റെ കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് ഞാനും ഇത് വാങ്ങി. എന്റെ ഒരു സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ നോക്കട്ടെ, അതിങ്ങ് തന്നേന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വാങ്ങി നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, എന്റെ അമ്മ തന്ന സ്വർണ്ണം വിട്ടു കൊടുക്കണ്ട, അതിന് പകരം ഈ സ്വർണ്ണം ഇട്ട് കൊടുത്താൽ മതി കണ്ണേട്ടാ എന്ന് പറയുമ്പോൾ, അത് ശരിയാവില്ല മഞ്ജു. അമ്മ എന്തായാലും കുഞ്ഞിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ണേട്ടനോട് ചോദിക്കും. ആ സമയത്ത് കുഞ്ഞിന്റെ കഴുത്തിലും കയ്യിലും അമ്മ തന്ന സ്വർണ്ണവും കാര്യങ്ങളില്ലെങ്കിൽ സങ്കടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ സങ്കടപ്പെടട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അമ്മയുടെ ആ ഒരു മാറ്റം വിശ്വസിക്കേണ്ട എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. എടി, എന്നാലും അത് ശരിയാവും. അമ്മ മാറി എന്ന് പറഞ്ഞാ മാറിയിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ മോഹിനിയും പറയുന്നുണ്ട്, അതെ, മോളുടെ അമ്മായിയമ്മ എന്നെയും വിളിച്ചിരുന്നു. ഒരുപാട് കരഞ്ഞു. ആ വാമദേവനെയും പ്രതാപനെയും എല്ലാവരെയും ശപിച്ചു. എന്തായാലും അവർക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അച്ഛന്റെ മരണശേഷം മരണം ഈ വാമദേവന്റെയും പ്രതാപന്റെയും കൈകൾ കൊണ്ടാണെന്ന് അറിഞ്ഞതിന് ശേഷം നല്ല മാറിയിട്ടുണ്ടെന്ന് കണ്ണനും പറയുമ്പോൾ മഞ്ജു വീണ്ടും തർക്കിക്കുകയാണ്. ഈ സമയം കണ്ണനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ദേ നോക്ക്, നീ മാറിയപ്പോ ഞങ്ങൾ വിശ്വസിച്ചില്ലേ? ഞങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെ അമ്മ മാറിയപ്പോഴും ഞങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. കാരണം എന്നെ എന്റെ അച്ഛൻ ചെറുപ്പത്ത് അമ്മ എങ്ങനെയാണ് നോക്കിയത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ രണ്ടാനമ്മയല്ല, എന്റെ സ്വന്തം അമ്മയായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. പിന്നെ എനിക്കും മഹിക്കൊക്കെ തന്നെ ദൈവങ്ങളുടെ കാവലുണ്ട്. എന്നേക്കാൾ പാവമാണ് മഹിയും ഈ നിൽക്കുന്ന അമ്മയൊക്കെ തന്നെ. അവരുടെ കാവലായിട്ട് ആ ദൈവങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങളെയൊന്നും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ലടി. അങ്ങനെ നിന്റെ അമ്മയുടെ മാറ്റത്തിൽ എന്തെങ്കിലും ചതിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയ്ക്ക് ആ ശിക്ഷ കിട്ടിയിരിക്കും. എന്നാലും ഏട്ടാ, ഒരു എന്നാലും ഇല്ല, മാറ്റം അംഗീകരിച്ചേ മതിയാകും. അത് ഇനി ഒരു തർക്കം വേണ്ട. അമ്മയെ എന്തായാലും നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം മഞ്ജു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ തിരിച്ച് ഹാളിലേക്ക് വരുമ്പോൾ ലേഖയും അനന്തവും സാഗറും ചേർന്ന് ഇക്കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിന് തന്നുവിട്ട സ്വർണം അത് ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതൊക്കെ അവരുടെ ഓരോ അടവാ. കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അടവാണെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊന്നും അല്ലടി, കുഞ്ഞിനെ അങ്ങോട്ട് ഇപ്പൊ കൊണ്ടുവരുന്നത് അത്ര സേഫ് അല്ല എന്ന് തന്നെയാണ് അമ്മയുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അങ്ങോട്ട് വരികയാണ്. അതൊക്കെ നിങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണെന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, അമ്മ നല്ല മാറി. ആ മാറ്റം സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം
വൈകാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ എന്നാലും കണ്ണേട്ടാ കുഞ്ഞിനെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതല്ലേ നല്ലത്, എന്തിനാ വെറുതെ റിസ്ക് വിളിച്ചു വരുത്തുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശരി എങ്കിൽ പിന്നെ ഓണം വരെ കുഞ്ഞിവിടെ ഇരിക്കട്ടെ. ലേഖയ്ക്കാണെങ്കിൽ ചെറിയ സന്തോഷമാവുന്നുണ്ടെങ്കിലും അല്ല കണ്ണേട്ടാ ഓണം ഇങ്ങെത്തിയില്ലേ, എടി എന്നാലും കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, എങ്കിൽ പിന്നെ ഇപ്രാവശ്യം മാവേലി വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ മാവേലി വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കൂടി. അപ്പൊ പിന്നെ എന്താ, പിന്നെ നീ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഒരു വീട് കെട്ടുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എപ്പോഴും കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കാം, അതുവരെ നീ ഒന്ന് ക്ഷമിക്ക് എന്ന് പറയുമ്പോൾ ലേഖയാണെങ്കിൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സങ്കടവും വിഷമമൊക്കെ തന്നെ അനന്തവും സാഗറും കണ്ണനും മനസ്സിലാക്കുകയാണ്. അങ്ങനെ അനന്തുവാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, എടാ കുഞ്ഞിനെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിൽ ലേഖയ്ക്ക് നല്ല വിഷമമുണ്ട്. കാരണം നിന്റെ മോള് അവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. സത്യത്തിൽ പുറത്തായിരിക്കുന്ന സമയത്ത് അവളെ ഇത്തരത്തിലുള്ള ചിന്തകൾ അലട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തോ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം മഹി അമ്മയായി, കരുണയും മഞ്ജുവും എല്ലാം അമ്മയാകാൻ തയ്യാറെടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് മാത്രം ആ ഭാഗ്യം ഇല്ലാതായി പോയി. അതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. തോമസ് സാറും കൂടി വിധി എഴുതിയതാണല്ലോ ലേഖയ്ക്ക് അമ്മയാകാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ നിന്റെ മോള് ഞങ്ങളുടെ സ്വന്തം മോളാണടാ. പിന്നെ മഹിയെ ചികിത്സിക്കാനായിട്ടും ശുശ്രൂഷിക്കാനായിട്ടും ഒരു ഹോം നേഴ്സ് വരുന്നുണ്ടല്ലോ. അവര് 2 ദിവസം കുഞ്ഞിനെ നോക്കി. പക്ഷെ അവൾക്ക് എന്തോ അവരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാൻ അത്ര വിശ്വാസമില്ല. അതുകൊണ്ട് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ലേഖയാണ്. പെറ്റമ്മയുടെ ചൂടിനേക്കാൾ അവളുടെ ചൂടാണ് കുഞ്ഞ് അറിഞ്ഞിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. എടാ അത് അപകടമാണ്. എത്രയും പെട്ടെന്ന് ഓണം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ. കാരണം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാലോ. ഇവിടെ വെച്ചാൽ ഉറപ്പായിട്ടും ലേഖയ്ക്ക് അത് വലിയൊരു പ്രശ്നമായി മാറും. അവള് സ്വാർത്ഥയാവും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടോളാം. പിന്നെ കുഞ്ഞിനെ ഇടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ട് നിർത്താലോ എന്നൊക്കെ പറയുമ്പോൾ കണ്ണനും സാഗറിനും ഒക്കെ തന്നെ അത് വലിയ സങ്കടാവുകയാണ്. ശേഷം കരുണയാണെങ്കിൽ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മുത്തശ്ശി വേഗം തന്നെ എടാ മോളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപിന്റെ അടുത്തേക്ക് വരുമ്പോ അമ്മേ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്, എനിക്ക് വയ്യ, എന്തെങ്കിലും പരാതി പറയാനായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഓ അപ്പൊ ഞാൻ ഒറ്റയ്ക്കെല്ലാം കേൾക്കണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട്. മക്കളോ, ഏത് മക്കള്? ദേ മുത്തശ്ശി, എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ചാവാനും തോന്നുന്നു. എന്ത് പറ്റി മോളെ? എന്ത് പറ്റിയെന്നോ? അവിടെ നൂലുകെട്ടോ ആഘോഷങ്ങളൊക്കെ നടക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട്. ആ ഇവിടുന്ന് ഒരുത്തി അങ്ങോട്ട് പോയിട്ടുണ്ട് മോളെ. എന്നാലേ കേട്ടോ, ഞാൻ ഇവിടെ ശരിക്കും ഒരു അടിമയെ പോലെ ജീവിക്കുന്നത്. എന്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ. അവരാണെങ്കിലേ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി തരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കിയാലേ ആദ്യം മൂത്ത മോനെ കൊണ്ട് കൊടുക്കുന്നത്. അതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നോളാൻ എന്നോട് പറയുന്നത്. എച്ചിൽ നിന്ന് ജീവിക്കേണ്ട അവസ്ഥയാ എനിക്കിപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ മോളെ അത് പിന്നെ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചിക്ക്. വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. എന്ത് ചെയ്യാൻ? ഒരു കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ട് എല്ലാം ക്ഷമിക്കാൻ പറ്റുമോ? ദേ നൂലുകെട്ട് കഴിഞ്ഞ് അവളും ആ കുഞ്ഞും കണ്ണനും കൂടിയിട്ട് ഇങ്ങോട്ട് വരും. ഞാൻ എന്തൊക്കെ കാണണം? എന്റെ ജീവിതം എനിക്ക് മടുത്തു. ഈ ജീവിതത്തിൽ ഇനി ഇതിനേക്കാൾ വലിയ പരാജയം ഏറ്റുവാങ്ങാനില്ലെന്നൊക്കെ പറയുമ്പോൾ മോളെ നീ ഒന്ന് മിണ്ടാതിരിക്കും, നീ ഒന്ന് സമാധാനിക്കേ എന്നൊക്കെ പറയുമ്പോൾ എന്റെ അച്ഛനെന്ന് പറയുന്ന ആള് അവിടെ ഇല്ലേ? അത് അത് മോളെ അച്ഛന് അപ്പുറത്തെങ്ങാനും ഉണ്ട് എന്ന് പറഞ്ഞ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ രക്ഷിക്കുകയാണ്. ആ എങ്കിലേ പറഞ്ഞേക്ക്, ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഒറ്റൊരു മോളല്ലേ ഉള്ളൂ. ആ മോളെ അതേ കാലമൊന്നും ഇങ്ങനെ പോവുകയാണെങ്കിൽ ജീവനോടെ കാണില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഹലോ മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ നോക്കുമ്പോൾ ഫോൺ കട്ടാക്കിയിട്ട് പോയിരിക്കുകയാണ്. എന്താ എന്ത് പറ്റി? മോള് ഫോൺ വെച്ചോ? ആ മോള് ഫോൺ വെച്ചു. അവൾ അവസാനം പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ പറഞ്ഞു? അവളെ ആത്മഹത്യ ചെയ്യുമെന്ന്. അമ്മേ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു വശത്ത് നോക്കുമ്പോൾ ജയിലിൽ നിന്ന് കിട്ടിയ തല്ല്, മറുവശത്ത് ആ മാർക്കോ. ഇതിലേക്കാൾ ഇനി പരാജയപ്പെടാനില്ലെന്നൊക്കെ പറയുമ്പോൾ എടാ എന്നാലും നമ്മുടെ മോൾക്ക് സന്തോഷിക്കാൻ വക എന്തെങ്കിലും ഉണ്ടാക്കി ശരിയാകൂ. ആ നൂലുകെട്ട് എങ്ങനെയെങ്കിലും മുടക്കാൻ പറ്റുമോ? അത് തന്നെയാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് കരുതിയ ആകെ പ്രശ്ന. എടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ മാർക്കോയുടെ മുഖം 100 വട്ടം ചിന്തിക്കണേ. അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ നിന്റെ ജീവിതം തന്നെ പോകുമെന്നൊക്കെ പറയുമ്പോൾ അമ്മേ നമ്മൾ രണ്ടുപേരും ആർക്കൊണ്ടിയുടെ ജീവിക്കുന്നത്. സംശയം എന്താടാ? നമ്മുടെ മോൾക്ക് വേണ്ടി തന്നെ. അപ്പൊ പിന്നെ നമ്മുടെ മോൾ സന്തോഷിക്കാൻ വകയിൽ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. എടാ പ്രതാപ, അവള് പറയാ ആ വീട്ടിൽ എച്ചില് തിന്നാ നമ്മുടെ മോള് ജീവിക്കുന്നതെന്ന്. ആ ദുർഗയുണ്ടല്ലോ, അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല കണ്ണിന് കൊടുത്ത ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നോളാനാ പറയുന്നത്. അവള് ശരിക്കും അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്താ അമ്മച്ചി? പ്രഥമ ഒരു കാര്യം പറയാം, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് തല്ല് കിട്ടുന്നത് പോലെ ഒന്നും ചെയ്യല്ലേ അമ്മേ. അമ്മയുടെ കൊച്ചുമോള് മരിച്ചു കിടക്കുന്നത് അമ്മയ്ക്ക് സ്വപ്നം കാണാൻ പോലും കഴിയൂ. പ്രതാപ ഒന്നും മിണ്ടാതിരിക്കേ. നീ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ എങ്കിലേ എന്തേലൊക്കെ ചെയ്തേ മതിയാകൂ. അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യോടാ നമ്മള്? അതാ ഞാൻ ആലോചിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും നൂലുകെട്ട് മുടുക്കാനുള്ള പരിപാടികളാണ് മുത്തശ്ശിയും പ്രതാപനും കൂടി ചിന്തിക്കുന്നത്. അപ്പോ ഉറപ്പായിട്ടും ഒരു പ്രശ്നമുണ്ടാവും. അപ്പൊ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.